ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു വിചിത്ര കാര്യം പറയാൻ വേണ്ടിയാണ്. കാരണം എൻ്റെ മുന്നിൽ വന്ന ഒരു കേസാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഈ പാരൻറ്റിങ് എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം കൂടിയാണെന്നുള്ളതാണ്. കുട്ടികൾ ഇന്ന് മൊബൈൽ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ആ മൊബൈൽ ഉപയോഗിക്കുന്നത് കുറേയൊക്കെ കുട്ടികൾ, പ്രത്യേകിച്ച് പല സ്കൂളുകളിലും പോകുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സ് പറയുന്നൊരു കാര്യമാണ്, ആ കൊറോണ കാലഘട്ടത്തിലാണ് കുട്ടികൾ ഇങ്ങനെ മോശമായത്. മൊബൈൽ അവരുടെ ഒരു സ്വത്തായി മാറി എന്നുള്ളതാണ്. മൊബൈൽ വിട്ടുള്ള ഒരു കളിയില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ധാരാളം കുട്ടികൾ അതിൽ എന്താ പറയുക, ആ ട്രാപ്പിൽ പെട്ടിട്ടുണ്ടെന്നുള്ളൊരു സത്യം തന്നെയാണ്. പലപ്പോഴും ഇത് പറയാൻ പറ്റുന്നില്ല, കാരണം നമുക്ക് മക്കളോട് സ്നേഹം കൂടിയിട്ട് എന്താ പറയുക, മൊബൈൽ തിരിച്ചു മേടിക്കാൻ പറ്റാത്തൊരവസ്ഥ അവരുടെ സ്വന്തമായി അവർ മാറ്റി എന്നുള്ളത്. അവർക്ക് ആകെ ഭൂമിയിലൊരു സ്വത്ത് ഉണ്ടെങ്കിൽ ഇപ്പോൾ മൊബൈലാണെന്നുള്ളൊരു അവസ്ഥയിൽ എത്തിപ്പെട്ടു എന്നുള്ളത്. മൊബൈൽ മാറ്റി ഒരു കളി അവർക്കില്ല എന്നുള്ളത്. അത് ഊണിൽ ഉറക്കത്തിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നേരം വെളുത്താൽ ആദ്യം തൊടുന്നത് ഈ സാധനമാണെന്നുള്ളത്. പണ്ട് നേരം വെളുത്താലൊക്കെ ഒന്നുമല്ല എക്സസൈസ് അല്ലെങ്കിൽ പ്രാർത്ഥനയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആദ്യം അവർ മുത്തുന്നത് ഈ മൊബൈലാണ്. മൊബൈൽ എന്ത് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നതാണ്. അങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം മാറ്റിയെടുക്കാൻ, മൊബൈലില്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു അപകടം കൂടി ശ്രദ്ധിക്കണം. ഞാൻ ഒറ്റ വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പാരൻസിൻ്റെ അറിവിലേക്കായിട്ട് പറയുന്നത്. ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിങ്ങിന് വരുന്ന ഒരു കുട്ടിയുടെ അമ്മയുമായിട്ട് വന്നതാണ്. കുട്ടിയുടെ അമ്മ പറഞ്ഞത് ഒരു 30 ലക്ഷം രൂപ എൻ്റെ മകൻ ഇപ്പോൾ ഈ മൊബൈലിൽ ഒരു ഓൺലൈൻ ട്രേഡ് മാർക്കറ്റ് അതിൽ പണം നിക്ഷേപിച്ചിട്ട്, അവൻ 18 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അവൻ 9ൽ പഠിക്കുന്ന സമയത്ത് അവന് മൊബൈൽ മേടിച്ചു കൊടുത്താണ്. അത് കൊറോണയുടെ സമയമൊക്കെ ആയിരിക്കണം. അവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. അത് വീട്ടുകാരൊന്നും അറിയുന്നില്ല. അപ്പോൾ അവൻ മറ്റുള്ളവരെ നിന്നൊക്കെ പൈസ മേടിച്ച് അതിൽ പണം ഇട്ട് അവസാനം 30 ലക്ഷം പോയപ്പോഴാണ് വീട്ടുകാർ അറിയുന്നത്. കേസൊക്കെയായി. പണം കൊടുത്തവരൊക്കെ കേസ് കൊടുത്തു. അങ്ങനെ പോലീസ് കേസൊക്കെ ആയി. ഇവൻ കാലങ്ങളായി ഈ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ കളിയാണ്. കാരണം ഇവൻ വീട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ്. കാരണം വീട്ടുകാർക്ക് ഒരു 5 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. ആ 5 ലക്ഷത്തിന് വേണ്ടി ഇവൻ ഇങ്ങനൊരു പണി തുടങ്ങിയതാണ്. ആ വീട്ടുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ എത്രയായി? 30 ലക്ഷം രൂപ കയ്യിൽ നിന്ന് പോയി കിട്ടി. ആദ്യമൊക്കെ കുറച്ച് ഈ മുച്ചീട്ട് കളി പോലെ കുറച്ചൊക്കെ ഉണ്ട് കിട്ടിയത്ര. പിന്നെ പണം അങ്ങോട്ട് പോകാൻ തുടങ്ങി. 30 ലക്ഷം പോകുന്നവരെ അവൻ മിണ്ടിയില്ല. അവൻ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇവനിപ്പോൾ ഇത് ജ്വരമായി. ചുരുക്കി പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ല കുട്ടികളുടെ കളി ഷാപ്പ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു അഡിക്ഷനായി ഈ ചീട്ടുകളിയൊക്കെ പോലെ തന്നെ. അങ്ങനെ 30 ലക്ഷം പോയി കഴിഞ്ഞപ്പോഴാണ് ഇവന് കുറേ ഉപദേശമൊക്കെ കൊടുത്തിന് ഞാൻ കളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പോയി അവിടെ നിന്ന്. പക്ഷേ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ്റെ അമ്മ വിളിച്ചു, സാറേ ഇപ്പോൾ ഒരു 20 ലക്ഷം കൂടിയും പോയി കിട്ടിയെന്നാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഒരു 10-50 ലക്ഷം രൂപ പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഒരു കാര്യം ഇനി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകാൻ മാർഗ്ഗമുള്ളൂ. കാരണം അവനതിൽ അഡിക്റ്റഡാണ്. അതുകൊണ്ട് ഇനി അവനെ തിരിച്ചെടുക്കാൻ എളുപ്പമല്ല. കാരണം മൊബൈൽ അഡിക്റ്റഡാണ്. അവനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവൻ പറയണത്, എന്നോട് അന്ന് തന്നെ പറഞ്ഞിരുന്നു, സാർ എനിക്ക് സമയം തരികയാണെങ്കിൽ ഞാൻ ഇനിയും അത് ചെയ്തിട്ട് പണം തിരിച്ചെടുക്കാൻ തയ്യാറാണെന്നുള്ളത്. ഈ മുച്ചീട്ട് കളിയിലൊക്കെ അങ്ങനെയാണല്ലോ. നമ്മൾ എത്ര പൈസ വെച്ച് കഴിഞ്ഞാൽ, ചീട്ടുകളിയൊക്കെ അങ്ങനെയാണ്, ഇങ്ങനെ കിട്ടും എന്നുള്ളൊരു വിചാരമാണ്. ആ ഒരു വിചാരം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ പോയതൊക്കെ അവൻ തിരിച്ചെടുക്കാമെന്ന് അവൻ പറയണത്. അവൻ്റെ അമ്മ പറയണത് 5 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് ആ കടം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അവൻ 50 ലക്ഷം രൂപ കടമാക്കി മാറ്റി. കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ പൈസ വാങ്ങിച്ച് അവർ ആധാരം പണയം വെച്ച് ബന്ധുക്കളിൽ നിന്ന് പണം മേടിച്ചൊക്കെ അത് എങ്ങനെയൊക്കെ അത് പരിഹരിച്ചുകൊണ്ടിരിക്കണു എന്ന് പറയുന്നുണ്ട്. എന്തായാലും കുട്ടിയെ അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് ഷെയർ ചെയ്ത് മറ്റൊന്നുമല്ല. ഇങ്ങനെ കുട്ടികൾ അറിയാതെ ഓരോന്നിനും ചെന്ന് പെടുന്നുണ്ട്. ചില കുട്ടികൾ ഈ പോൺ മൂവീസിലാണ്, അശ്ലീല വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മറ്റു തരത്തിലുള്ള കളികളാണ്. ഇങ്ങനെ പല തരത്തിലും മൊബൈലിൻ്റെ ദുരുപയോഗം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇവിടെ ഒരു സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് ഇതുപോലത്തെ നിരവധി കേസുകൾ വരാറുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ചെറിയ കുട്ടികൾക്ക്, ഇപ്പോൾ മുതിർന്ന കുട്ടികൾ അത് മൊബൈലുമായി അവരുടെ സ്വത്തായി മാറ്റി എന്നൊക്കെ പറഞ്ഞില്ലേ, ഇനി അത് തിരിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രയും അവർക്ക് തിരിച്ചറിവുണ്ടാവണം. കുട്ടികൾക്കൊക്കെ മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ കണ്ടീഷൻ വെച്ച് കൊടുക്കുക എന്നുള്ളത്, ഇത്ര സമയം അത് കഴിഞ്ഞ് തിരിച്ചു തരണം, ഇല്ലെങ്കിൽ അടുത്ത ദിവസം ഇല്ല. അത് കൃത്യമായിരിക്കണം. അതാണ് പാരൻറ്റിംഗ് എന്ന് പറയുന്നത്. പാരൻറ്റിംഗ് എന്ന് പറയുന്നത് ശാസന ഉണ്ടായിരിക്കണം, കണ്ടീഷൻ ഉണ്ടായിരിക്കണം, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല, ദോഷവശങ്ങൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു കൊടുക്കണം. ഇത്ര സമയം ഉപയോഗിക്കാൻ പാടുള്ളൂ, അത് കഴിഞ്ഞ് തിരിച്ചു തരണം. അതിൻ്റെ പഠനത്തെ ബാധിക്കും, ശ്രദ്ധയെ ബാധിക്കും, വിജയത്തെ ബാധിക്കും, അതുപോലെ തന്നെ അതിൻ്റെ ബ്രെയിനിൻ്റെ പ്രവർത്തനക്ഷമതയെ ബാധിക്കും, ഉറക്കത്തെ ബാധിക്കും, പൊണ്ണത്തടി ഉണ്ടാവും, അതുപോലെ തന്നെ എന്താ പറയുക, കൂട്ടുകാരുണ്ടാവില്ല, എപ്പോഴും ഈ ഒരു ലോകത്തായിരിക്കും,
മാത്രമല്ല ശാരീരികമായ പ്രശ്നങ്ങളും അവിടെ വേദന ഇവിടെ വേദന, ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, ഇതന്നെ ശരണം എന്നുള്ള രീതിയിൽ, ഇതില്ലെങ്കിൽ നോമോഫോബിയ എന്ന് പറയുന്നൊരു പ്രത്യേക ഭയമൊക്കെ കടന്നു വരുന്നതായിട്ട് ഇപ്പോൾ അമേരിക്കയിലൊക്കെ പുതിയ ഒരു രോഗത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ ഇത്തിരി നേരം മാത്രമായിട്ട് എന്താ പറയുക, ഇത്ര സമയം ഉപയോഗിക്കുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് കണ്ടീഷൻ വെച്ച് കൊടുക്കുക, അത് കഴിഞ്ഞാൽ മേടിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. അത് പാലിച്ചുകൊണ്ടിരിക്കണം, അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അല്ലാണ്ട് ഇന്നൊന്ന് പറഞ്ഞ് നാളൊന്ന് വേറെ രീതിയിലല്ല. കുട്ടി ഇങ്ങനെ അനന്തമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് മേടിച്ച് വെക്കണം. ചെറിയ കുട്ടികൾക്കൊക്കെ സാധിക്കും, മുതിർന്ന കുട്ടികൾക്ക് എളുപ്പമല്ല. എന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമൊക്കെ കണ്ടീഷൻ വെച്ച് അത് കണ്ടിന്യൂ ചെയ്താൽ കുഴപ്പമില്ല. മറിച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക, യാതൊരു ശ്രദ്ധയുമില്ലാതെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ അപകടത്തിലേക്ക് പോകുന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പണം മാത്രമല്ല, ജീവിതം തന്നെ നാശത്തിലേക്ക് എത്തുന്ന ഒരവസ്ഥ പല കുട്ടികൾക്കുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കഥ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞത്. ഫ്രണ്ട്സ്, ഇതുപോലത്തെ വീഡിയോകളുമായി വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.